കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധവുമായി ഫുട്ബോൾ ആരാധകരും സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിലാണ് ആയിരക്കണക്കിന് ആരാധകർ പ്രതിഷേധിക്കുന്നത്. ഇന്ന് നടക്കാനിരുന്ന ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ഡെർബി പോരാട്ടം പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ദേശഭാഷാ വ്യത്യാസമില്ലാതെ ഇന്ത്യയിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും ഒക്കെ തന്നെ പല രാഷ്ട്രങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ എവിടെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്? പ്രജേഷ്, കൊൽക്കത്തയിലെ പ്രസിദ്ധമായിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയം സോൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയമാണ്. ആ സോൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ തൊട്ട് മുന്നിലാണ് ഇങ്ങനെ ആരാധകർ പ്രതിഷേധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാവും എത്രത്തോളം ആരാധകരുണ്ട് എന്നുള്ള കാര്യം, എത്രത്തോളം പ്രതിഷേധക്കാരുണ്ട് എന്നുള്ള കാര്യം. ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ മത്സരം ഇന്ന് അവിടെ ഒരു മത്സരം നടക്കാനിരുന്നതാണ്. ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ദുരന്ത് കപ്പ് മത്സരം. ആ മത്സരത്തിന് പക്ഷേ സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ മത്സരം മാറ്റിവെച്ചിരുന്നു. അവിടെ നടക്കേണ്ട മത്സരം റദ്ദാക്കിയിരുന്നു. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് മത്സരത്തിനിടയിൽ ഈ രണ്ട് ടീമുകളുടെയും ആരാധകർ ആ മത്സരത്തിനിടയിൽ സ്റ്റേഡിയത്തിനകത്ത് വെച്ച് യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി ജസ്റ്റിസ്, നീതി ലഭിക്കണം എന്നുള്ള കാര്യം മുദ്രാവാക്യം പോലെ വിളിച്ചൊരു പ്രതിഷേധം നടത്താൻ വേണ്ടി പദ്ധതി ഇട്ടിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പോലീസിന് സുരക്ഷ നൽകാൻ കഴിയില്ല, താരങ്ങൾക്കടക്കം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ഈ മത്സരം റദ്ദാക്കിയത്. ഈ മത്സരം റദ്ദാക്കിയതോടുകൂടിയാണ് രണ്ട് ടീമിൻ്റെയും ആരാധകർ പ്രതിഷേധക്കാരായി മാറി ആ സാൾട്ട് ലേക്ക് ഫുട്ബോൾ സ്റ്റേഡിയത്തിന് മുന്നിൽ ഇങ്ങനെ വലിയ ഒരു പ്രതിഷേധം തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യുവ ഡോക്ടറുടെ, അഭയ എന്നിപ്പോൾ പേര് നൽകിയിരിക്കുന്ന ആ 31-കാരിയായിട്ടുള്ള യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ പണിപ്പെടുന്നുണ്ട് പോലീസ് ഈ പ്രതിഷേധക്കാരെ. ഈ രണ്ട് ഫുട്ബോൾ ടീമിൻ്റെ ആരാധകരാണ് ഇത്രയും ഇരച്ചെത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. ഈ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ എന്തായാലും വലിയ രീതിയിൽ ഈ പോലീസ് പണിപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മത്സരം ആ സ്റ്റേഡിയത്തിനകത്ത് വെച്ച് ആദ്യം പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത്, ഈ ആരാധകരുടെ തീരുമാനമെന്ന് പറയുന്നത്. അതിനൊരു തടയിട്ടുകൊണ്ടാണ് ഈ മത്സരം റദ്ദാക്കിയത്. പ്രധാനമായിട്ടും പോലീസിന് സുരക്ഷ നൽകാൻ പറ്റില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിച്ചതുണ്ട്. കാരണം കൊൽക്കത്തയിൽ വ്യാപകമായി പലയിടത്തും ലക്ഷക്കണക്കിന് ആളുകൾ, പ്രദേശം ജൂനിയർ ഡോക്ടർമാരും റെസിഡന്റ് ഡോക്ടർമാരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ക്രമസമാധാന നില പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടും അത് തകരാറിലാവാൻ വേണ്ടിയിട്ടും നല്ലപോലെ പോലീസിന് പണിയെടുക്കേണ്ടി വരുന്നുമുണ്ട്. അത്തരത്തിലാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഒരൊറ്റ സ്ഥലത്തേക്ക് ഒത്തുകൂടിക്കൊണ്ട്, അതും വളരെ പ്രധാനമായിട്ടുള്ളൊരു മത്സരം നടക്കുന്ന ഒരുപാട് താരങ്ങൾ വരുന്ന ഒരു സ്റ്റേഡിയത്തിൽ ഒരു മത്സരത്തിനിടയിൽ പ്രതിഷേധിക്കുന്ന കാര്യവുമായി എത്തുന്നത്. പിന്നീട് ആ മത്സരം റദ്ദാക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും പ്രതിഷേധക്കാരെ പിന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തായാലും ആ തീരുമാനത്തിനും കഴിഞ്ഞിട്ടില്ല. ഈ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്റ്റേഡിയമാണ്. മാത്രമല്ല ISL മാച്ചുകൾ നടക്കുന്ന ഈ മോഹൻ ബഗാൻ ടീമിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് അവിടെ മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ ദുരന്ത് കപ്പ് മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേളയിലാണ് ഇങ്ങനെ വലിയൊരു പ്രതിഷേധം അതിൻ്റെ മുറ്റത്ത് വെച്ച്, അല്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് വെച്ച്, ആ റോഡിൽ ഉടനീളം അത്തരത്തിലൊരു പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഈ ടീമിൻ്റെ ആരാധകരെത്തിയതും ഇപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതും. പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന കാര്യം CBI കേസെടുത്തിട്ടും കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. CBI അറസ്റ്റുകളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രധാന പ്രതി സഞ്ജയ് റോയിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പാളായിട്ടുള്ള സന്ദീപ് ഘോഷിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പുരോഗതി അന്വേഷണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അറസ്റ്റുകളെ സംബന്ധിച്ചോ ഉണ്ടാകുന്നില്ല. ഒരാഴ്ച പിന്നിട്ടു ഈ യുവ ഡോക്ടറുടെ ആ ബലാത്സംഗ കൊലപാതകം കഴിഞ്ഞിട്ട്. അത് പലതരത്തിൽ മറച്ചുവെക്കാൻ ഈ ആശുപത്രി അധികൃതർ ശ്രമിച്ചു, പോലീസ് ശ്രമിച്ചു. പിന്നീട് കോടതി ഇടപെട്ട് ആ കേസ് CBI ഏൽപ്പിച്ചു. CBI വന്നിട്ട് പോലും കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്ന് ഇതാ CBIയുടെ ആ ഫോറൻസിക് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവർ സൈക്കോ അനാലിസിസ് ടെസ്റ്റ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിയായിട്ടുള്ള സഞ്ജയ് റോയുടെ മുകളിൽ പരിശോധനയ്ക്ക്. ആയിരക്കണക്കിന് ആരാധകർ, അത് രണ്ട് ടീമിൻ്റെയും ആരാധകർ ഒരുമിച്ചൊരു മുദ്രാവാക്യം മുഴക്കുമ്പോൾ അത് സർക്കാരിന് എതിരെയുള്ള മുദ്രാവാക്യങ്ങളായി അലയടിക്കുകയാണോ? ഈ പ്രതിഷേധം അങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് ആവശ്യത്തിന് ഇത്രയും ആളുകളുണ്ടല്ലോ, അത് പ്രതിഷേധമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? പ്രജേഷ്,
പ്രതിഷേധം എന്തായാലും തുടർന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതെന്തായാലും ഒരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പ്രതിഷേധമായിരുന്നു. നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്രത്തോളം സേനാ വിന്യാസം ആ സ്റ്റേഡിയത്തിന് ചുറ്റും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ആളുകളെല്ലാം ഈ പോലീസുകാർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്കാണ് എന്തായാലും ഇപ്പോൾ ഇരച്ചെത്തിയിരിക്കുന്ന പ്രതിഷേധക്കാരുടെ ഒരു കടൽ എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. അവരെ എന്തായാലും ഇപ്പോൾ നിയന്ത്രിക്കാൻ വേണ്ടി പണിപ്പെടുന്നുണ്ട്. ഇതൊരു അക്രമാസക്തമാകുന്നില്ല ഇതുവരെയും. ആളുകൾക്ക് പരിക്കോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആശുപത്രിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധമല്ല, അതൊരു അക്രമം തന്നെയായിരുന്നു. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ മറ്റ് ഡോക്ടർമാരും പ്രതിഷേധക്കാരും നടത്തുന്ന പ്രതിഷേധങ്ങളൊന്നും തന്നെ അക്രമാസക്തമല്ല. വളരെ സമാധാനപരമായി തന്നെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആ മുദ്രാവാക്യങ്ങൾ പ്രധാനമായിട്ടും തൃണമൂൽ കോൺഗ്രസിനെതിരെയാണ്, സംസ്ഥാന സർക്കാരിനെതിരെയാണ്. അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിനോട് ഈ സുരക്ഷ ഉറപ്പാക്കണം, ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള കാര്യം അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള മുദ്രാവാക്യമുണ്ട്. പക്ഷേ ഏറിയ പങ്കും തൃണമൂൽ കോൺഗ്രസിനെതിരെ തന്നെയാണ്. നീതി വേണമെന്നുള്ള കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് അക്രമാസക്തമാകാത്തടത്തോളം വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകുന്നു എന്ന് പറയാൻ സാധിക്കും. പക്ഷേ അത്രത്തോളം ആളുകളുണ്ട്, അത്രത്തോളം പ്രതിഷേധക്കാരുണ്ട്. അവരെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊൽക്കത്ത പോലീസിനെ സംബന്ധിച്ച് പണിപ്പെട്ട ഒരു ജോലി തന്നെയായിരിക്കും. അത് തന്നെയാണ് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതും. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിഷേധം അത് ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. എന്തായാലും അത് നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരാഴ്ച പിന്നിട്ടും അതിൽ പ്രത്യക്ഷമായിട്ട് ഈ കേസിലൊരു പുരോഗതി ഇല്ല എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും തുടർച്ചയായിട്ടുള്ള ആരോപണമുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകൾ ആ കൊലപാതകത്തിൽ, ആ ബലാത്സംഗ കൊലപാതകത്തിൽ പങ്കുണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് എന്നുള്ളത്. എന്നിട്ടും ഒരു പ്രതിയെ മാത്രമേ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളൂ. അയാളെ മാത്രമാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ അവിടുത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയൊരു വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ തന്നെ പ്രതിഷേധിക്കുന്ന വിരോധാഭാസം അല്ലെങ്കിൽ കാഴ്ചകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിക്ക് തൂക്കുശിക്ഷ നൽകണമെന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ അവിടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതിനെതിരെയും ഈ ഡോക്ടർമാർ രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ചും അന്വേഷണത്തിന്റെ രീതി അത് കുടുംബത്തിന് കൂടി തൃപ്തികരമായ രീതിയിൽ തന്നെ ഇപ്പോൾ CBI ഏറ്റെടുക്കുമ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടോ? കാരണം പോലീസ് വരുത്തിയ കൊടിയ അലംഭാവം അവിടെ സംശയിക്കത്തക്ക രീതിയിൽ മമതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ അലംഭാവം ഉണ്ടായി എന്ന് ഈ ആശുപത്രി അധികൃതർക്കെതിരെ പോലും അത് പിന്നീട് അവർക്ക് ഒരു നടപടി എന്ന നിലയിൽ പോലും വ്യാഖ്യാനിക്കാൻ തക്ക രീതിയിൽ ഒരു അന്തരീക്ഷം ഒരുക്കാതെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോഴിതാ സുപ്രീം കോടതി കൂടി ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് ഗൗരവത്തോടു കൂടി ചൊവ്വാഴ്ച പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി എല്ലാ മേഖലയിൽ നിന്നും ഉള്ള പ്രതികരണങ്ങൾ വരികയാണ് നിയമതലത്തിലൊക്കെ. അത് എത്രത്തോളം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്? അന്വേഷണം നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിന് കൂടി തൃപ്തികരമായ സഹപ്രവർത്തകർക്കൊക്കെ തൃപ്തികരമായ രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? പ്രജേഷ്, ഈ സംഭവം അത് കോടതി അതിൽ ഇടപെട്ട്, പ്രത്യേകിച്ചും കൽക്കത്ത കോടതി അതിൽ ഇടപെട്ട് പോലീസിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച് CBIക്ക് കേസ് കൈമാറിയപ്പോൾ മുതൽ പ്രതിരോധത്തിലായതായിരുന്നു പ്രത്യേകിച്ചും തൃണമൂൽ സർക്കാർ. അത് മാത്രമല്ല, അന്നത്തെ ആ ആശുപത്രിക്ക് എതിരെ നടന്ന പ്രതിഷേധം അതിൽ ഏറിയ പങ്കും തൃണമൂൽ പ്രവർത്തകരാണ് എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി വന്നതോടുകൂടി എന്തായാലും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് മമതാ ബാനർജിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ തൃണമൂൽ സർക്കാരും എന്ന് പറയാൻ സാധിക്കും. ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നൊരു വിഷയമല്ല. ഈ പ്രതിഷേധം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലും, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലടക്കം ഈ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടന്നിരുന്നു, പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഒരു ലോക ശ്രദ്ധ എന്തായാലും ഈ സംഭവത്തിൽ, ഈ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് മമതാ സർക്കാരിനെയാണ്. കാരണം ആദ്യ നാൾ മുതൽ കൊൽക്കത്ത ഹൈക്കോടതി രൂക്ഷമായിട്ട് തന്നെ പോലീസിനെ വിമർശിക്കുന്നു. പോലീസിൻ്റെ അലംഭാവം ഈ കേസിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന രീതിയിലേക്ക് അവർ കേസിനെ കൊണ്ടുപോയിരിക്കുന്നു, തെളിവ് നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് കൽക്കത്ത ഹൈക്കോടതി വിമർശിച്ചത്. പിന്നാലെയാണ് CBI കേസ് അന്വേഷിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിൻ്റെ ആക്രമണ കേസും ഇപ്പോൾ CBI തന്നെയാണ് അന്വേഷിക്കുന്നത്. അതിലടക്കം ഈ തെളിവ് നശിപ്പിക്കുന്ന കാര്യങ്ങളടക്കം അല്ലെങ്കിൽ പ്രതികളെ സഹായിക്കുന്ന തരത്തിലേക്ക് പോലീസിൻ്റെ ഇടപെടൽ പോയേക്കാം എന്നുള്ള ഒരു ഭയത്തിലാണ് അത്തരത്തിൽ കേസ് CBIക്ക് കൈമാറിയിരിക്കുന്നത്. ഇപ്പോഴിതാ സുപ്രീം കോടതി സ്വമേധയാ ഇടപെടുന്നു, സ്വമേധയാ കേസെടുക്കുന്നു. ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിച്ചൊരു വിശാലമായിട്ടുള്ള വാദം കേൾക്കാനിരിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ പ്രതിരോധത്തിലാകുന്നത് മമതാ ബാനർജി തന്നെയാണ്, മമതാ സർക്കാർ തന്നെയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സന്ദേശ് ഖാലി ആരോപണങ്ങൾ ഉണ്ടായതും അത് എത്തരത്തിലാണ് മമതയെയും അതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ രൂപപ്പെടുന്നത്.